വനംവകുപ്പ് കിഴക്കൻ മേഖല ആസ്ഥാനത്തിൽ ഒലവക്കോട് ആരണ്യ ഭവൻ ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ച ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് സമുച്ചയം നാടിന് സമർപ്പിച്ചു. വനംവകുപ്പിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥ സംരക്ഷണത്തിനായി സമുച്ചയം നിർമ്മിച്ചത്. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ഫലമായി പ്രയാസമനുഭവിക്കുന്ന ഒരു മേഖലയാണ് പാലക്കാട് ഡിവിഷനിലെ ഒലവക്കോട് റേഞ്ച്. ഈ പ്രദേശത്ത് ഇവിടുത്തെ ദുരിതം മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിന് വനം വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒലവക്കോട് ദ്രുതകർമ്മസേനയുടെയും ധോണി വെറ്റിനറി ആശുപത്രിയുടെയും സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നബാർഡ് സഹായത്തോടെ 299 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യത്തോടു കൂടിയ പുതിയ ദ്രുതകർമ്മസേനാ കെട്ടിടം, വെറ്റിനറി ആശുപത്രി, പോസ്റ്റ്മോർട്ടം റൂം, ഡ്യൂപ്ലക്സ് ക്വാർട്ടേഴ്സ്, ബാച്ചലർ ക്വാർട്ടേഴ്സ് എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ വാളയാർ റേഞ്ച് പരിധിയിൽ 47 ലക്ഷം രൂപ ചെലവഴിച്ച് വാളയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൻ്റെ പ്രവർത്തനവും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒലവക്കോട് വാളയാർ റേഞ്ച് പരിധിയിൽ നബാർഡ് സഹായത്തോടെ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്ന പ്രവൃത്തികൾക്ക് 92 ലക്ഷം രൂപയുടെ അനുമതി ലഭിക്കുകയും 38 ലക്ഷം രൂപ ചെലവഴിച്ച് 6 കിലോമീറ്റർ ദൂരം പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ അധ്യക്ഷനായി. വി.കെ. ശ്രീകണ്ഠൻ എം.പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എം. ശശി എന്നിവർ മുഖ്യാതിഥികളായി. ചീഫ് കൺസർവേറ്റർ കെ. വിജയാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. കൃഷ്ണൻകുട്ടി, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ, ജില്ലാ പഞ്ചായത്ത് അംഗം എൽ. ഇന്ദിര, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. വിജയൻ എന്നിവർ പ്രസംഗിച്ചു.